എന്തൊക്കെയാണ് നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്നത്? ചൂരൽമല എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ഈ മുസ്ലിം ലീഗിന്റെ വകയായിട്ട് ഒരു 51 വീടുകൾ വെച്ചു കൊടുത്തു. അത് ഈ വിദേശത്തു നിന്നൊക്കെ KMCC പോലുള്ള സംഘടനകൾ, അല്ലെങ്കിൽ ഈ രാജ്യസ്നേഹികളുടെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തീവ്രവാദ ഫണ്ട്, അത് മുസ്ലിം ലീഗിലേക്ക് വരുന്നു. എന്നിട്ട് അവർ ഇവിടുത്തെ ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നു. ഈ മുസ്ലിം ലീഗ് വീട് വെച്ച് കൊടുത്തത് മുസ്ലിങ്ങൾക്ക് മാത്രം തെരഞ്ഞു പിടിച്ചിട്ടല്ല കേട്ടോ. കേരളത്തിൽ ഒരു മഹാദുരന്തമുണ്ടായി വയനാട് ചൂരൽമല എന്ന് പറയുന്ന പ്രദേശത്ത്. എല്ലാ മനുഷ്യരും അവരുടെ ജീവനും കൈ പിടിച്ച് കിട്ടിയതും എടുത്തുകൊണ്ട് ഓടിയ ഒരു സാഹചര്യം നമ്മൾ ആരും ഇതുവരെ മറന്നുപോയിട്ടില്ല. പല ആളുകളും വീടുകൾ വാഗ്ദാനം നൽകിയായിരുന്നു. പക്ഷേ ആ വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോൾ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അല്ലേ. ഇപ്പം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു വർഗീയ പാർട്ടി, കാരണം ഇവരുടെ കണ്ണിൽ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ്, രാജ്യത്തെ കണ്ടം കണ്ടമായി വെട്ടിമുറിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ്. ഇപ്പോഴും അവരുടെ ചിന്താഗതിയും മനോഗതിയൊക്കെ ആ ഒരു നിലയിൽ തന്നെയാണ് പോകുന്നത്. മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് രാജ്യസ്നേഹികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ മുസ്ലിം ലീഗ് 51 വീടുകൾ കൊടുത്തപ്പോഴത്തേക്ക് ആ വീടുകളിൽ നിന്ന് നമ്മൾ കണ്ട കാഴ്ചകൾ എന്തൊക്കെയായിരുന്നു? അവിടെ ഗണപതി ഹോമം നടക്കുന്നു, പ്രാർത്ഥന നടക്കുന്നു, നമസ്കാരം നടക്കുന്നു. ഇങ്ങനെ വളരെ സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടപ്പോൾ നമ്മുടെ ഇവിടുത്തെ ദേശസ്നേഹികളായിട്ടുള്ള സകലമാന ചാണ പുഴുക്കൾക്കും കുരുപൊട്ടി ഒലിക്കാൻ തുടങ്ങി. കുരുപൊട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു 1.5 കുരുപൊട്ടലാണ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് പറയുന്നത് BJP ആണ്. ഏറ്റവും വലിയ യൂണിയൻ സംഘടന BMS എന്ന് പറയുന്ന സംഘടനയാണ്. ഇവരൊക്കെ വിചാരിച്ചാണല്ലോ 100 അല്ല 1000 വീട് വേണേലും വെച്ച് കൊടുക്കാം. പക്ഷേ ഇവന്മാരൊന്നും ഇത് ചെയ്യത്തില്ല. കാരണം സത്യത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശാപം ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ സംഘിയോളികൾ തന്നെയാണ്. അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രതിനിധികൾ പോയപ്പോൾ ഒരു അമേരിക്കക്കാരൻ ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങൾ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയൊക്കെ ഉന്മൂലനം ചെയ്യലാണല്ലോ നിങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞപ്പോൾ തലയിൽ കൂടെ മുണ്ടിട്ട് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കി വച്ചിരിക്കുന്നതും ഈ പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. എന്തായാലും നമ്മുടെ ഉസ്താദ് ഇതിനെ കൊടുക്കുന്നൊരു മറുപടി ഉണ്ട് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ചലം ചാനലിനകത്ത് ഇതിനെക്കുറിച്ചിട്ടൊരു ചർച്ച ചെയ്തപ്പോഴത്തേക്ക് ഒരു സംഘി പൊട്ടൻ, ഒരു വേട്ടാവളിയൻ, 10 പൈസയുടെ ഗുണമില്ലാത്ത, മനുഷ്യത്വം എന്തെന്ന് പോലും അറിയാത്ത, മൃഗങ്ങളെക്കാട്ടി കഷ്ടമായിട്ടുള്ള ഈ ഓളികൾ വന്നിരുന്നിട്ട് ഇതിനെക്കുറിച്ചിട്ട് ന്യായീകരിക്കുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹമേ, നിങ്ങൾ ചാണാനല്ല അമേദ്യം മുഖ്യ ചൂലിന് ഇവനെല്ലാം ആ വീടിൻ്റെ പരിസരത്ത് വന്നാൽ അടിച്ചോടിച്ചേക്കണം. കാരണം അത്രത്തോളം അപകടകാരികളാണ് ഈ പ്രസ്ഥാനവും ഈ പ്രസ്ഥാനത്തിൻ്റെ ചിന്താഗതിയുമായിട്ട് നടക്കുന്ന ഇതുപോലുള്ള ആളുകൾ. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അയ്യോ, രാവിലെ തന്നെ ഗതി പിടിക്കാത്തന്റെ ദാരിദ്ര്യം പറിച്ചിട്ട് തുടങ്ങി. ഞങ്ങൾ ഇതൊന്നും വലിയ പത്രങ്ങളിൽ പരസ്യം ചെയ്തുകൊണ്ടോ ഈ താങ്കൾ പറഞ്ഞ മുതലാളികളിൽ നിന്ന് പൈസ മേടിച്ചോ നടത്തുന്ന സ്ഥാപനങ്ങളൊന്നുമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഹിന്ദു തരുന്ന 1, 2, 3 രൂപ കൊണ്ട് നടത്തപ്പെടുന്ന പ്രസ്ഥാനങ്ങളാണ്. ഞങ്ങൾക്ക് വിദേശത്തു നിന്ന് വരാൻ കള്ളപ്പണമില്ല. SCRA ഫണ്ടിൽ നിന്ന് തരികട കാണിച്ചുകൊണ്ട് കിട്ടുന്ന പൈസയും ഞങ്ങൾക്കില്ല. ചാനൽ തുറന്നാൽ മുഴുവൻ മുസ്ലിം കൊടുത്ത വീടിന്റെ വാർത്ത, അവർ കൊടുത്ത ബക്കറ്റ്, അവർ കൊടുത്ത സ്പൂണ്, അവർ കൊടുത്ത ചായ, അവർ കൊടുത്ത തേയില, ഇതിനെക്കുറിച്ചുള്ള ചർച്ച. ഇത് കണ്ടണം പോലെ ഉമ്മാർക്ക് സകലണ്ണത്തിനും കുരു പൊട്ടിയിട്ട് എന്ത് പറയണമെന്ന് അറിയാൻ വയ്യ. എന്തിനേറെ ഉമ്മാരെ ചങ്ക് തകർക്കുന്ന എന്തുകൊണ്ടാണെന്നറിയോ? ഇതുപോലത്തെ സഹോദരങ്ങളുടെ വാക്കാണെന്ന് കേട്ടു. നല്ലൊരു വീട് കിട്ടി, വളരെ സന്തോഷമുണ്ട്. മുസ്ലിം ലീഗിനോട് എത്ര നന്ദി പറഞ്ഞിട്ടും തീരൂല. എങ്ങനെ നന്ദി പറയണ്ടെന്ന് അറിയില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കളെ, ഭാരവാഹികളെ നമ്മൾ ഹൃദയം തൊട്ട് സത്യത്തിൽ അഭിനന്ദിക്കേണ്ടതാണ്. 2 വർഷം പൂർത്തിയാകുമ്പോൾ ആ വീട് ഒരുക്കി കൊടുത്തു എന്നുള്ളത് മാത്രമല്ല, അവർക്ക് വീട്ടിൽ താമസിച്ച് 1 മാസത്തേക്കുള്ള ഭക്ഷണ കിറ്റ് അടക്കം, അവരുടെ ബാത്റൂമിലെ ബക്കറ്റും മഗ്ഗും അടക്കം മുഴുവൻ സാധനങ്ങളും തയ്യാറാക്കി ആ വീട്ടിലേക്ക് അവരുടെ ഉറ്റവരെ നഷ്ടപ്പെട്ടവർ, വീട് നഷ്ടപ്പെട്ടവർ. എന്ത് രസല്ലേ മനുഷ്യരായ നമുക്കിതൊക്കെ കേട്ടിരിക്കാൻ വല്ലാത്തൊരു സന്തോഷമാണ്. സർവ്വതും നഷ്ടപ്പെട്ടു പോയി, ഇനി അങ്ങോട്ടൊരു ജീവിതം കിനാവ് കാണാൻ കഴിയാത്ത മനുഷ്യർക്ക് അവർക്ക് ജീവിക്കാനുള്ള വഴി ഉണ്ടാകുമ്പോൾ, ആ സഹായഹസ്തങ്ങൾ ലഭിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നിർവൃതി എത്രയാണ്. ശശികലയും അനിൽകുമാറും അനിൽ നമ്പ്യാരും ഒക്കെ രാവിലെ മുതൽ മീഡിയ തുറക്കുമ്പോൾ കാണുന്ന വാർത്ത മുഴുവനും മുസ്ലിം കൊടുത്ത ഈ ബക്കറ്റും കപ്പും മഗ്ഗും ഒക്കെ ആയിട്ടുള്ള ചർച്ചയാണ്. സാഗര എണ്ണത്തിന് കുരുപൊട്ടി കഴിഞ്ഞപ്പോൾ പിന്നെന്താണ്, നിസ്സഹായരായ മനുഷ്യരുടെ തുണിയൊക്കെ കാണിക്കണമെന്ന് പറയുന്ന പോലെ പിന്നെ അങ്ങോട്ട് കരച്ചിലാണ്. ഞങ്ങൾക്ക് വരാൻ കള്ളപ്പണമില്ല, ഞങ്ങൾക്കടിക്കാൻ കള്ളനോട്ടടിക്കാനുള്ള കമ്മട്ടമില്ല, അതുപോലെ തന്നെ ഞങ്ങൾക്ക് വിദേശ ഫണ്ട് വരാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കരച്ചിലും കൊണ്ട് ഒരേ കരച്ചിൽ. എടാ അനിൽകുമാറെ, നിങ്ങൾ ശശികലയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങൾ കള്ളപ്പണം കൊണ്ടാണ് ഈ സഹായിച്ചതെങ്കിൽ സനാതന ധർമ്മികൾക്ക് പരിശുദ്ധമായ പണം കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. ഇപ്പോൾ ശശികല ടീച്ചറിൻ്റെ രാവിലത്തെ പോസ്റ്റർ എന്താണെന്ന് അറിയാമോ? അങ്ങനെ വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി. 2018, 2019 പ്രളയകാലത്ത് 1000 വീടാണ് സേവാഭാരതി കൊടുത്തത്. അതിനകത്ത് 400 വീടും ആലപ്പുഴയാണെന്ന് പറഞ്ഞു. ആലപ്പുഴ എവിടാന്ന് ചോദിക്കരുത്, ആലപ്പുഴ കൊടുത്തിട്ടുണ്ട്. എവിടാണെന്ന് നിങ്ങൾ ചോദിക്കരുത്. എന്തായിരുന്നാലും അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമുണ്ട്. ഈ പാവങ്ങൾക്ക് ഇതൊക്കെ ലഭിക്കുമ്പോൾ നമ്മൾ ആ വാർത്തകളൊക്കെ ഇങ്ങനെ വരുമ്പം അത് മുസ്ലിം ലീഗോ മുസ്ലിമോ എന്നുള്ളതല്ല, മനുഷ്യരുടെ പ്രശ്നങ്ങൾക്കൊപ്പം മനുഷ്യരെ നിൽക്കുമ്പം
അതിൽ വല്ലാത്തൊരു നിർവൃതിയാണ്, കണ്ടിരിക്കാൻ വല്ലാത്തൊരു സന്തോഷമാണ്. ഒന്നും ചെയ്യാൻ കഴിയാത്തവന് പറയാനുള്ള എന്താണെന്ന് അറിയാമോ? ഇതാണ്, ചെയ്യാൻ പറ്റുന്നവർ ചെയ്യും, അതിന് ഗതിയില്ലാത്തവര് എന്ത് ചെയ്യാനാണ്? എടാ ഗതി പിടിക്കണ പണിക്ക് പോണോടാ, എടാ പല പണിക്ക് പോടാ, രാവിലെ പോലും പല പണിക്കും പോന്നിയൊക്കെ 10 രൂപ കിട്ടുന്ന പണിക്ക് പോകും, രാവിലെ പോലെ വൈകുന്നേരം വരെ വർഗീയത പറഞ്ഞ് കുത്തിത്തിരിപ്പ് നടത്തി ഇത് എങ്ങനെ ജീവിക്കും? എന്നിട്ട് പറയാം ഞങ്ങൾക്ക് അത്ര കൊണ്ട് തരാൻ ആരുമില്ല, ഞങ്ങൾക്ക് ഗൾഫിന്റെ മിഠായി കൊണ്ട് തരാൻ ആരുമില്ല, ഞങ്ങൾക്ക് ഗൾഫിന്റെ പണം വരാനില്ല, എന്തിനേറെ ഒരു സ്പ്രേ എങ്കിലും കൊണ്ട് താടാ, എടാ ഗതി പിടിക്കണമെങ്കിൽ പണിക്ക് പോടാ. എന്താ പറയുക അല്ലേ? ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന് നല്ലത് ചെയ്യാൻ ആരെങ്കിലും തുനിഞ്ഞ് മുന്നോട്ടിറങ്ങിയാൽ അവനെ അങ്ങോട്ട് ഇല്ലായ്മ ചെയ്ത് കളഞ്ഞു. അത് പ്രത്യേകിച്ച് മുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിൽ അവരെ ഇല്ലായ്മ. എടാ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചതും ഞങ്ങൾ പഠിച്ചതും മറ്റു മനുഷ്യരെ സ്നേഹിക്കുക, അല്ലെങ്കിൽ മറ്റു മതങ്ങളെ ബഹുമാനിക്കുക, അവരെ തള്ളിപ്പറയാതിരിക്കുക. നിന്റെ ചുറ്റുപാടും കിടക്കുന്ന 40 വീടുകളിൽ നീ അന്വേഷിക്കുക അവിടെ അടുപ്പ് പുകഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അത് പുകഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ വയറ് നിറച്ച് കഴിക്കുകയാണെങ്കിൽ നീ എന്നിൽ പെട്ടവനല്ല എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു സമുദായത്തിന്റെ വ്യക്താക്കൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. വീട് ലഭിച്ചിട്ടുള്ള ആ സഹോദരങ്ങൾ വന്ന് പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് എന്തൊരു സുഖമാണല്ലേ നമ്മുടെ മനസ്സിനുണ്ടാകുന്നത്. ഉറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ട്, സമ്പാദിച്ചു വെച്ചതും നഷ്ടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു ജനസമൂഹത്തെ കൈപിടിച്ച് എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ഒരു മനോഹരമായിട്ടുള്ള വീട് നിർമ്മിച്ചു കൊടുത്തപ്പോൾ ഇത് കാണുമ്പോൾ പിന്നെ സംഖ്യകൾക്ക് കുരുപൊട്ടാതിരിക്കോ? ഉറങ്ങിക്കിടക്കുന്ന ഹൈന്ദവരെ ഉണർത്താനും താരാട്ടുപാടി ഉറക്കാനൊക്കെ നടക്കുന്ന വേട്ടപ്പട്ടികൾക്ക് ഒരു നാരങ്ങ മിഠായി മേടിച്ചു കൊടുത്ത ചരിത്രം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് വിദേശത്തു നിന്ന് വരാനായിട്ട് പണമൊന്നുമില്ല, ഞങ്ങൾ ഇവിടെ ഉള്ള ആളുകൾ തന്നെ ഇടുന്ന പൈസ കൊണ്ടാണ് ഞങ്ങൾക്ക് പബ്ലിസിറ്റി. എടാ നീയൊക്കെ എവിടെങ്കിലും എന്തെങ്കിലും ചെയ്തതായിട്ടുള്ള ഒരു കാര്യം നീ എന്ന് പറ. ആരൊക്കെ സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ദുഃഖവും പ്രയാസവും കാണാൻ കഴിവില്ലാത്ത, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നന്മ ചെയ്യുമ്പോൾ ആ നന്മയെ തള്ളിപ്പറയുന്നതല്ലാതെ അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ളൊരു മനസ്സ് വേണമെന്നുണ്ടെങ്കിൽ അതിന് മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം വേണം. അതിനെന്ത് വേണം? നീയൊക്കെ മനുഷ്യനായിട്ട് ജനിക്കണം, മനുഷ്യനായിട്ട് കാണാൻ ശ്രമിക്കണം. ഇത് കാണാത്തടത്തോളം നിന്നെപ്പോലുള്ള മരമാണെങ്കിൽ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. നിനക്കൊക്കെ ഇങ്ങനെ കരഞ്ഞ് മോങ്ങി ഇങ്ങനെ മെഴുകാന്നല്ലാതെ ഒരു പ്രയോജനവും ഞാനിവിടെ കാണുന്നില്ല. വളരെ സന്തോഷമുള്ളൊരു വാർത്തയാണ് നമ്മളെല്ലാവരും കേട്ടതല്ലേ. വാർത്തയാണ് 100 വീടുകളാണ് മുസ്ലിം ലീഗ് അന്ന് ഓഫർ ചെയ്തത്. അതിൽ 51 വീടുകളാണ് ഇപ്പോൾ കൊടുത്തത്. ഇനി ബാക്കി 50ഓളം വീടുകൾ വെച്ച് കൊടുക്കാനായിട്ടുണ്ട്. അതും ഭംഗിയായി അവരത് നിർവഹിക്കും എന്നുള്ളത് 100% നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.